ഡിസ്പോസിബിൾ ഗ്ലാസും അതുപോലെ സോപ്പൊക്കെ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു കവറുണ്ടല്ലോ, ആ കവർ നമ്മൾ കളയാതെ നമ്മൾ അതിന് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ സോപ്പ് നമ്മൾ മാർക്കറ്റിലൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്, പൈസ കൊടുത്ത് വാങ്ങാറുണ്ട്. അത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ സോപ്പ് കവറാകുമ്പോൾ സോപ്പിൻ്റെ കവറിൽ ഓൾറെഡി നല്ലൊരു മണം ഉണ്ടാവും, അതിന് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ശരിക്കും ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, ഹാൻഡ് വാഷ് അതിലേക്ക് ഓരോ ഡ്രോപ്പ് ഒറ്റിച്ചിട്ട് ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് എല്ലാവിടേക്കും ആ ഒരു പേപ്പർ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡാക്കി വെച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കണമെങ്കിൽ അങ്ങനെ ഉണക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് നന്നായി ഒന്ന് ഉണങ്ങി കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ ഒരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തും അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും പിന്നെ ഒക്കെ നമുക്കിത് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ആവശ്യമുണ്ട്, കൈ സോപ്പിട്ട് കഴുകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കൈ കഴുകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ.